മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്തരുടെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. മകരസംക്രമ നാളിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 2:30-യോടെ അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തിയിരുന്നു. 9 മണിയോടെ ഘോഷയാത്ര ലാഹ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിലെത്തും. നാളെ വൈകിട്ട് 6 മണിയോടെ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. തുടർന്നാണ് മകരസംക്രമ പൂജ ഉൾപ്പെടെ നടക്കുക. സജീവ് ശാസ്താരവും പ്രസാദ് അഞ്ചലും തത്സമയ വിവരണം നൽകും. വിനീത സൂചിപ്പിച്ചതുപോലെ വളരെ ഭക്തി നിർഭരവും അതുപോലെ ഐക്യത്തോടും അതിലുപരി സമയക്രമീകരണത്തോടും കൂടിയുള്ള ഘോഷയാത്ര, തിരുവാഭരണ ഘോഷയാത്ര എല്ലാ വീഥികളിലും അതിഗംഭീരമായ സ്വീകരണത്തോടുകൂടി നമ്മൾ നേരത്തെ ദൃശ്യത്തിൽ കണ്ടതുപോലെ നാസുര മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ ഭക്തജനം വഴിനീളെ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദിവ്യാഭരണങ്ങൾ ഒന്ന് തൊട്ട് വന്ദിക്കാനും ഒന്ന് കാണാനും അതിലെ പുഷ്പാർച്ചന നടത്താനും വേണ്ടി ദൃശ്യത്തിൽ കാണുന്നത് പോലെ അമ്മമാരും കുട്ടികളും അടങ്ങുന്ന വലിയ ജനാവലി ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ പൂവത്തുമൂട് കഴിഞ്ഞ് കൂടക്കാവ് വീട്ടിലേക്ക് ഉടനെ തന്നെ ആ സംഘം എത്തിച്ചേരുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭഗവാൻ അമ്മ മഹാറാണിയുടെ രോഗശമനത്തിന് വേണ്ടി പുലിപ്പാലിനായി പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വനത്തിലേക്ക് പോയ തറവാട്ടിലെ അംഗം എന്നുള്ള നിലയിൽ ആ കൂടക്കാവിൽ ആ വീടിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ കൂടക്കാവ് വീട്ടിൽ ഭവനത്തിൽ ആ ദിവ്യാഭരണം ഇറക്കി വെച്ച് ദർശനം ഉണ്ടാകും. അവിടത്തേക്കാണ് ഭക്തജനം ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂടക്കാവ് പൂവത്തുമൂട് കടത്ത് കഴിഞ്ഞിട്ടാണ് കൂടക്കാവ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഭക്തജനം വളരെ ജനാവലി ഈ തിരുവാഭരണത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് തൊട്ട് വന്ദിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് കണ്ട് ദർശന സായുജ്യം അടയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ക്രമീകരണങ്ങൾ കൃത്യമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയക്രമീകരണം വലിയൊരു ഘടകമാണ്. ആ സമയത്ത് കൃത്യമായി തന്നെ ഓരോ പാതയും കടന്ന് ഓരോ സ്ഥാനങ്ങളും കടന്നിട്ടാണ് മുന്നിലേക്ക് പോകേണ്ടത്. അപ്പത്തിൽ കൃത്യമായ സമയക്രമീകരണത്തോടെ പോകുന്ന ആ ഘോഷയാത്രയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരും പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ വഴിനീളെ അത് സ്വീകരണത്തിന് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളോടും കൂടി ഭവനങ്ങളിലാണെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ചും തട്ടങ്ങളിൽ പൂത്താലവുമായിട്ടൊക്കെ അവിടെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ സ്വീകരണങ്ങൾ ഏറ്റുവണങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് വൈകുന്നേരത്ത് രാത്രി 9 മണിയോടുകൂടി ലാഹ സത്രത്തിൽ എത്തിച്ചേരുകയും ഇന്ന് അവിടെ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നാളെ രാവിലെയാണ് അവിടുത്തെ പ്രയാണം ആരംഭിക്കുന്നത്. തുടർന്നുള്ള വിശദീകരണത്തിനായിട്ട് ശ്രീ സജീവ് ശാസ്താരം. സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമി ശരണം, സ്വാമി ശരണം. നമ്മൾ തിരുവാഭരണ ഘോഷയാത്ര തുടക്കം മുതൽ കാണുന്ന ആൾക്കാരാണ്. പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ തിരുവാഭരണം കാണുന്നതിനും അയ്യപ്പസ്വാമിയെ കാണുന്നതിനും എത്തിച്ചേരുമെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ ചില പ്രത്യേക ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഭക്തർക്ക് ആത്മബന്ധമാണ് അയ്യപ്പസ്വാമിയായിട്ട്. ഇവിടെ കാത്തു നിൽക്കുന്ന അമ്മമാരെല്ലാം സ്വന്തം മകനെ കാണാൻ കാത്തു നിൽക്കുന്നത് പോലെ, ഇവിടെ നിൽക്കുന്ന പെൺകുട്ടികൾ സ്വന്തം സഹോദരനെ കാണാൻ കാത്തു നിൽക്കുന്നത് പോലെ, ഇവിടെ നിൽക്കുന്നവരെല്ലാം ഒരു കുടുംബാംഗത്തെ കാണാൻ കാത്തു നിൽക്കുന്നത് പോലെ കാത്തു നിന്നുകൊണ്ടാണ് തിരുവാഭരണ ഘോഷയാത്ര അവർ സ്വീകരിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത്. അപ്രകാരം ശബരിമലയുമായും ആത്മബന്ധമുള്ള ഒരു കുടുംബമാണ് കൂടത്തിൽക്കാവ്. അവർക്ക് അയ്യപ്പസ്വാമിക്കൊപ്പം ശബരിമലയിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് അവർക്ക് നൽകിയിട്ടുണ്ട്. പെരുന്നാട് കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിൽ തിരുവാഭരണം തിരികെ വന്ന് ചാർത്തുന്ന സമയത്ത് ഈ കുടുംബത്തിൽ നിന്നാണ് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതും. ശബരിമലയിൽ നടക്കുന്നത് പോലെ പെരിശ്ശേരി പിള്ളമാരുടെ വക ഒരു നായാട്ട് വിളിയും ശബരിമലയിൽ നടക്കുന്ന ആചാരങ്ങളെല്ലാം തന്നെ ഈ പെരുന്നാട് ക്ഷേത്രത്തിലും ഏകദേശം അതേപോലെ തന്നെ നടക്കാറുണ്ട്. ഇവിടുത്തെ സ്വീകരണം ആത്മനിർഭരമായ സ്വീകരണമാണ്. ഭക്തജനങ്ങൾ തീവ്രമായിട്ടുള്ള വികാരത്തോടു കൂടി, അതായത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു കുടുംബാംഗത്തെ സ്വീകരിക്കുന്നതിനായി കാത്തു നിൽക്കുന്ന വികാരമാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ സ്ഥലത്തും എത്തിച്ചേരുമ്പോൾ മറ്റുള്ള സ്ഥലത്തുള്ളവർക്ക് വികാരമില്ല, ഭക്തിയില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രക്തബന്ധം കാത്തു സൂക്ഷിക്കുന്ന ബന്ധമാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളിൽ വഴി നീളെ ആൾക്കാർ ആകാംക്ഷാഭരിതരായി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നതിന് സാധിക്കും. ആ വിവരങ്ങളും റിപ്പോർട്ടർ ടിവിക്ക് വേണ്ടി ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. സ്വാമി ശരണം, സ്വാമിയെ ശരണമയ്യപ്പ. നാളെ വൈകിട്ട് 6 മണിയോടെയാണ് ഘോഷയാത്ര. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുക. സജീവ് ശാസ്താരവും പ്രസാദ് അഞ്ചലുമാണ് തത്സമയ വിവരണം നൽകി.